ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന പുട്ടൊന്നും വെറുതെ കളയണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ പേര് പുട്ടുപൂരം വറുത്തതെന്നാട്ടോ ഞങ്ങളിവിടെ പറയൽ. അപ്പോൾ എന്തായാലും അതിലേക്കുള്ള ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചീരുള്ളി എന്നൊക്കെ പറയില്ലേ, കുഞ്ഞുള്ളി ഇല്ലേ, അതാണ്. അപ്പോൾ എന്തായാലും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നമുക്ക് കരിയാതെ മൂപ്പിച്ചെടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചിട്ട് നമുക്ക് ആ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കഷ്ണം പുട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി അതിന് കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അത് വേണമെങ്കിൽ മതി, കാണുമ്പോൾ ഒരു ഭംഗി അത്ര തന്നെ. അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ടാറ്റാ.